വസന്തകുമാർ രാമൻ ബ്ലോഗ് യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് സതിയുടെ ജനനത്തെക്കുറിച്ചാണ്. ഒരിക്കൽ ശ്രീ പരമേശ്വരൻ അത്യുഗ്രമായ തപസ്സിലേർപ്പെട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഈ സമയം വിധാതാവ് അവിടെ എത്തിച്ചേർന്നു. ഇക്കാര്യം ഗ്രഹിച്ച കാമദേവനും പത്നിയായ രതീദേവിയോടൊപ്പം അവിടെ സാന്നിധ്യം കൊണ്ടു. മഹാദേവൻ കാമദേവനോട് പറഞ്ഞു, മകനെ കന്ദർപ്പ, ശ്രീ പരമേശ്വരൻ യോഗമാർഗത്തിലൂടെ ചിത്തവൃത്തികളെ ദമനം ചെയ്തുകൊണ്ട് കഠിന തപസ്സിലേർപ്പെട്ടിരിക്കുന്നത് നീ കാണുന്നുണ്ടല്ലോ. ഇത്രയും പെട്ടെന്ന് യോഗനിദ്രയിൽ നിന്നും ഭഗവാനെ ഉണർത്താൻ വേണ്ടത് നീ ചെയ്യണം. സൃഷ്ടിപരിപാലനങ്ങൾക്ക് അത് അത്യാവശ്യമാണ്. പിതൃവാക്യം കേട്ട കാമദേവൻ പറഞ്ഞു, ആദരണീയനായ ഭഗവാൻ സൃഷ്ടികർത്താവല്ലേ, അതുകൊണ്ട് പിതാശ്രീ അങ്ങ് അതീവ സുന്ദരിയായ ഒരു നാരീരത്നത്തെ സൃഷ്ടിച്ചു തന്നാൽ പിന്നെയുള്ള കാര്യങ്ങൾ അങ്ങയുടെ ആഗ്രഹം പോലെ ഞാൻ നിറവേറ്റി തരുന്നതാണ്. പുത്രൻ്റെ അഭ്യർത്ഥന കേട്ട വിരിഞ്ചൻ അല്പനേരം നിശബ്ദനായിരുന്നു നിന്ന് പെട്ടെന്ന് അദ്ദേഹത്തിൻ്റെ നെടുവീർപ്പിൽ നിന്നും പുഷ്പാലങ്കൃതമായ വസന്തനും അനിലനും ഉത്ഭവിച്ചു. അവർ ഇരുവരും കന്ദർപ്പൻ്റെ സഹായികളായി വർത്തിച്ചു. കാമദേവൻ്റെ പ്രേരണപ്രകാരം അനിലനും വസന്തനും മഹാദേവനെ തപസ്സിൽ നിന്നളക്കാൻ ആവുന്നതെല്ലാം പ്രയോഗിച്ചു നോക്കിയിട്ടും ഫലമുണ്ടായില്ല. ഒടുവിൽ നിരാശാഭരിതരായി തീർന്ന മദനൻ തൻ്റെ ഉദ്യമത്തിൽ നിന്നും പിൻവാങ്ങാൻ പ്രേരിതനായി. ഇതോടെ ബ്രഹ്മദേവൻ്റെ ദുഃഖം അധികരിക്കുകയും ചെയ്തു. പരബ്രഹ്മ ചൈതന്യ വിശേഷ സ്വരൂപമായ സദാശിവൻ യോഗനിദ്രയിൽ മുഴുകിയാൽ ബ്രഹ്മാവിനെ സൃഷ്ടിക്കാനുള്ള ശക്തിക്കും വിഷ്ണു ഭഗവാനെ നിലനിർത്തുവാനുള്ള ശക്തിക്കും ന്യൂനത ഉണ്ടാകുമെന്നതാണ് ആധ്യാത്മിക തത്വം. കാരണം ബ്രഹ്മാവിൻ്റെയും വിഷ്ണുവിൻ്റെയും ശക്തിവിശേഷങ്ങൾക്ക് പിന്നിലുള്ള പരമമായ തത്വം പരബ്രഹ്മം തന്നെയാണ്. അത് സ്വരൂപം കൈക്കൊണ്ടതാണ് സാക്ഷാൽ ശ്രീ പരമേശ്വരൻ. അതുകൊണ്ട് എപ്പോഴൊക്കെ കൈലാസേശ്വരൻ കഠിന തപസ്സിലേർപ്പെട്ടിട്ടുണ്ടോ അപ്പോഴൊക്കെ അദ്ദേഹത്തെ ഉണർത്താൻ ബ്രഹ്മദേവനും വിഷ്ണു ഭഗവാനും ഉത്സാഹം കാട്ടിയിട്ടുള്ളതായി ഭക്തർക്ക് കാണാൻ കഴിയും. ശ്രീ പരമേശ്വരനെ ഉണർത്തേണ്ടത് ജീവജാലങ്ങളുടെ നിലനിൽപ്പിനെ തുടർന്നും ലീലകൾ ആടുന്നതിന് ആവശ്യമാണെന്ന് മനസ്സിലാക്കിയ സൃഷ്ടികർത്താവായ ബ്രഹ്മദേവൻ തൻ്റെ നിശ്വാസവായുവിൽ നിന്നും അസ്ത്രങ്ങളെ സൃഷ്ടിച്ചു. അവ കാമദേവനെ ഏൽപ്പിക്കുകയും ശിവൻ്റെ അടുക്കൽ പോയി അവ പ്രയോഗിച്ച് അദ്ദേഹത്തെ ഉണർത്താൻ വേണ്ട നിർദ്ദേശം നൽകുകയും ചെയ്തു. എന്നാൽ ആ മോഹാസ്ത്രങ്ങൾ പ്രയോഗിച്ചിട്ടും ശ്രീശങ്കരനെ ഉണർത്താൻ കന്ദർപ്പന് കഴിഞ്ഞില്ല. തൻ്റെ പ്രയോഗങ്ങളിൽ പരാജിതനായ ബ്രഹ്മാവ് വിഷ്ണു ഭഗവാനെ ധ്യാനിച്ച് തൽക്ഷണം ശ്രീഹരി പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് ചോദിച്ചു, ഹേ വിരിഞ്ച, എന്ത് കാര്യസാധ്യത്തിനാണ് അങ്ങ് എന്നെ സ്തുതിച്ച് പ്രത്യക്ഷപ്പെടുത്തിയത്? അങ്ങയുടെ മനസ്സ് വിഷാദത്താൽ കലുഷിതമാണെന്ന് മുഖഭാവം വ്യക്തമാക്കുന്നു. എന്തായാലും പറയൂ. ശംഖുചക്ര ഗദാധാരിയായ ആ പീതാംബരൻ്റെ സ്വാന്തന വാക്കുകൾ കേട്ട് സന്തുഷ്ടനായ വിധാതാവ് അപേക്ഷാഭാവത്തോടെ പറഞ്ഞു, പ്രഭു, ഭഗവാൻ ശങ്കരൻ ഉഗ്ര തപസ്സിലേർപ്പെട്ടിരിക്കുന്ന കാര്യം സർവവ്യാപിയായ അങ്ങ് അറിഞ്ഞില്ലെന്നുണ്ടോ? അദ്ദേഹത്തെ മോഹിപ്പിക്കുവാനും ഒരു പത്നിയെ സ്വീകരിക്കുവാനും എന്നാലാകുന്നതൊക്കെ ഞാൻ ചെയ്തുവെങ്കിലും ഫലം നിരാശയായിരുന്നു.
അദ്ദേഹത്തിൻ്റെ മനസ്സിളകുന്നതേയില്ല. പ്രഭോ, കാരുണ്യമുണ്ടായി എന്തെങ്കിലും വിദ്യ പ്രയോഗിച്ച് ഓംകാരനാഥനെ യോഗനിദ്രയിൽ നിന്നും ഉണർത്തണം. ബ്രഹ്മാവിൻ്റെ അഭ്യർത്ഥന കേട്ട ശ്രീനാരായണൻ പറഞ്ഞു, ബ്രഹ്മദേവ, അങ്ങയുടെ അഭ്യർത്ഥന ഉചിതം തന്നെ. എന്നാൽ കൈലാസേശ്വരനെ ഉണർത്താൻ ഒരു വഴി മാത്രമേ എൻ്റെ മനോമുകുരത്തിൽ തെളിയുന്നുള്ളൂ. സൃഷ്ടിസ്ഥിതി സംഹാരമൂർത്തിയായ ആ മഹേശ്വരനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് തപസ്സു ചെയ്താൽ കാരുണ്യക്കടലായ അദ്ദേഹം അങ്ങയുടെ ആഗ്രഹം നിറവേറ്റുന്നതാണ്. കൂടാതെ ഈ ആഗ്രഹം മനസ്സിൽ ചേർത്തുകൊണ്ട് ആദിപരാശക്തിയെയും ധ്യാനിക്കണം. ദേവി സംപ്രീതയായാൽ പ്രസന്നഭാവത്തോടെ ശിവസഗുണ രൂപത്തിൽ അവതരിച്ച് ശിവനെ പതിയായി സ്വീകരിക്കുന്നതാണ്. കൂടാതെ ദേവി പുത്രീരൂപത്തിൽ അവതരിക്കുമെന്ന് ഭക്തിപൂർവമുള്ള പ്രാർത്ഥനയോടെ തപസ്സനുഷ്ഠിക്കാൻ അങ്ങ് ദക്ഷനെയും പ്രേരിപ്പിക്കണം. ഇത്രയും നിർദ്ദേശം നൽകിയതിനു ശേഷം ഭഗവാൻ വിഷ്ണു അന്തർധാനം ചെയ്തു. സന്തുഷ്ടനായ ബ്രഹ്മദേവൻ ദക്ഷപ്രജാപതിയെ കാണാൻ പുറപ്പെട്ടു. കൊട്ടാരത്തിലെത്തിയ ബ്രഹ്മദേവനെ ദക്ഷൻ ആദരവോടെ സ്വീകരിച്ചിരുത്തി വിനയപുരസരം ആഗമനോദ്ദേശം എന്താണെന്നാരാഞ്ഞു. വിരിഞ്ചൻ പറഞ്ഞു, മകനെ ദക്ഷ, നീ ഉടൻ തന്നെ ഒരു പുണ്യകർമ്മത്തിനിറങ്ങണം. ദേവി പരാശക്തി നിൻ്റെ മകളായി ജന്മമെടുക്കണമെന്ന പ്രാർത്ഥനയോടെ നീ ഉഗ്രമായ തപസ്സു അനുഷ്ഠിക്കണം. തപസ്സിൽ നീ ജയിച്ചാൽ അപൂർവ വരപ്രസാദമായിരിക്കും നമുക്ക് ലഭിക്കുക. പിതൃകൽപ്പന പ്രകാരം ദക്ഷൻ പത്നിസമേതം തപസ്സനുഷ്ഠിക്കാനുള്ള നിശ്ചയത്തോടെ ക്ഷീരസാഗരത്തിലേക്ക് പുറപ്പെട്ടു. ദക്ഷനും ഭക്തിയും സാക്ഷാൽ ആദിസ്വരൂപിണിയായ പരാശക്തിയെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് 3000ഓളം വർഷം ദീർഘമായ തപസ്സനുഷ്ഠിച്ചു. ആ ദമ്പതികളുടെ നിഷ്ഠയോടുകൂടിയ തപസ്സിൽ സന്തുഷ്ടനായ ദേവി ദക്ഷനും അദ്ദേഹത്തിൻ്റെ ധർമ്മപത്നിക്കും പ്രത്യക്ഷ ദർശനം നൽകി. ചതുർഹസ്തങ്ങളോടുകൂടി സർവാഭരണഭൂഷിതയായി വരദം, അഭയം, നീലത്താമര, ഖഡ്ഗം എന്നിവ ധരിച്ച് പ്രത്യക്ഷീഭവിച്ച ദേവി സഹസ്ര കോടി സൂര്യപ്രഭയോടെ വിളങ്ങി. തേജോരൂപിണിയായ ദേവിയുടെ നീണ്ടിടപെട്ട നയനങ്ങൾ അരുണവർണ്ണത്താൽ ശോഭിതമായിരുന്നു. ഭൂമിദേവിയെ സ്പർശിച്ചു കിടക്കുന്ന കാർക്കൂന്തൽ വിടർന്നു കിടന്നു. സിംഹാരൂഢയായിട്ടാണ് ദേവി തൻ്റെ ദിവ്യസാന്നിധ്യം കൊണ്ടത്. ആ രൂപദർശന സൗഭാഗ്യം അനുഭവിക്കാൻ അവസരം ലഭിക്കുന്നവർ ധന്യരാണെന്ന് മാത്രമല്ല, മോക്ഷത്തിനർഹരായി തീരും. ജീവജാലങ്ങളെല്ലാം അറിയാതെ നമ്രശിരസ്കരായി നമിക്കുകയും സ്തുതിക്കുകയും ചെയ്യുന്ന വിധത്തിൽ സർവ ദിക്കുകളിലും നിറഞ്ഞു നിന്ന് കാന്തി പരത്തുന്ന ആദിപരാശക്തിയുടെ പാതാരവിന്ദങ്ങളിൽ വീണ് നമിച്ച് നമസ്കരിച്ചുകൊണ്ട് ദക്ഷൻ വിനയഭാവത്തോടെ ഭയഭക്തി ബഹുമാനത്തോടും കൂടി അപേക്ഷിച്ചു. ജഗദംബികയും സർവലോകനാഥയുമായ പുണ്യമാതേ, അവിടുത്തെ അനന്തമായ മഹത്വങ്ങളെ വാക്കുകൾ കൊണ്ട് വാഴ്ത്തുവാൻ ശ്രീ പരമേശ്വരനല്ലാതെ മറ്റാർക്കും കഴിയില്ല തന്നെ. ദേവി, അവിടുത്തെ ദാസരായ ഞങ്ങളിൽ പ്രസാദിക്കാൻ കനിവുണ്ടാകണമേ. പ്രസാദവതിയും എല്ലാം അറിയുന്ന പരമ്പൊരുളുമായ ത്രൈലോക്യനാഥയായ അമ്മ ദക്ഷനോട് തിരുനാവുകൊണ്ട് അരുളി ചെയ്തു, വത്സ, നീ എൻ്റെ പ്രിയപ്പെട്ട ഭക്തനാണ്. നിഷ്ഠയോടുകൂടിയ നിൻ്റെ തപസ്സിൽ നാം വളരെ സന്തുഷ്ടയാണ്. നിനക്ക് എന്ത് വരമാണ് നാം പ്രദാനം ചെയ്യേണ്ടത് പറഞ്ഞാലും. പത്നിയോടൊപ്പം ജഗദംബികയെ സ്തുതിച്ചുകൊണ്ട് ദക്ഷൻ പറഞ്ഞു, ദേവി മഹാമായേ, എൻ്റെ ഇഷ്ടദേവനായ
സദാശിവൻ രുദ്രൻ എന്ന പേരിൽ വിധാതാവിൻ്റെ തിരുനെറ്റിയിൽ നിന്നും അവതാരമെടുത്തിരിക്കുന്നു. സർവ അർത്ഥങ്ങളും കാമനകളും നിറവേറ്റിക്കൊടുക്കുന്ന ശിവേ, അവിടുത്തെ അവതാരം എന്നും ഉണ്ടാകാത്തതിനാൽ ശിവൻ്റെ ഭക്തി ആരായിരിക്കുമെന്ന ചിന്ത ഞങ്ങളെ വ്യാകുലപ്പെടുത്തുന്നു. അതുകൊണ്ട് ഞങ്ങളിൽ കാരുണ്യമുണ്ടായി ദേവി അവിടുന്ന് ഞങ്ങളുടെ പുത്രിയായി അവതാരം കൊള്ളുകയും ശ്രീ പരമേശ്വരൻ്റെ പത്നിയാവുകയും വേണം. ത്രൈലോക്യനാഥയായ അമ്മേ, ഈ ആഗ്രഹം അടിയൻ്റെ മനസ്സിൽ മാത്രം തിരുജന്മം കൊണ്ടവയല്ല. 33 കോടി ദേവന്മാരും മഹായോഗികളും ഋഷിമാരും ദേവിയുടെ അവതാരം ആഗ്രഹിക്കുന്നുണ്ട്. അതിനാൽ അമ്മേ, ഞങ്ങളിൽ ദയവ് തോന്നി ഈ വരപ്രസാദം നൽകി അടിയങ്ങളെ ധന്യരാക്കേണമേ. ദക്ഷൻ്റെ വിനയാനിതമായ അഭ്യർത്ഥന കേട്ട ദേവി ദിവ്യഭാവം ചുരത്തി നിൽക്കുന്ന മന്ദസ്മിതം അധരപുടങ്ങളിൽ ചേർത്തുകൊണ്ട് ഇപ്രകാരം കൽപ്പിച്ചു: ദക്ഷ, നിൻ്റെ ആഗ്രഹം പോലെ നാം നിൻ്റെ പുത്രിയായി ജന്മമെടുക്കുന്നതാണ്. അതിനുശേഷം കഠിന തപസ്സിൻ്റെ ഫലമെന്നോണം ശിവനെ ഭക്തിയായി സ്വീകരിക്കുന്നതാണ്. എന്നാൽ വ്യക്തമായ ഒരു വ്യവസ്ഥയുടെ അടിസ്ഥാനത്തിൽ മാത്രമേ ഞാൻ നിൻ്റെ ആഗ്രഹപ്രകാരം അവതാരം എടുക്കുകയും ശിവൻ്റെ ഭക്തിയാകുകയുമുള്ളൂ. എന്നാൽ നീ വളരെ ശ്രദ്ധാപൂർവം മനസ്സിൽ സൂക്ഷിക്കേണ്ടതാണ്. നിങ്ങൾക്ക് എപ്പോഴെങ്കിലും എന്നോടുള്ള ആദരവ് കുറയുകയോ ഭക്തിയോടുള്ള ആരാധന നടത്താതിരിക്കുകയോ ചെയ്താൽ ആ ക്ഷണം ഞാൻ ദേഹം വെടിഞ്ഞ് സ്വരൂപത്തിൽ വിലയം കൊള്ളുന്നതാണ്. ഇത് സദാനേരവും ഓർത്തിരിക്കേണ്ട ഒരു പ്രധാന സംഗതിയാണ്. ഇപ്രകാരം അരുളി ചെയ്ത് ദക്ഷനെയും പത്നിയെയും അനുഗ്രഹിച്ച ശേഷം ദേവി അപ്രത്യക്ഷയായി. ജഗദംബികയെ തപസ്സു ചെയ്ത് തൻ്റെ വിശിഷ്ടഫലം ലഭിക്കാൻ പോകുന്നുവെന്ന യാഥാർത്ഥ്യം മനസ്സിലാക്കിയ ദക്ഷനും ഭക്തിയും വർദ്ധിച്ച സന്തോഷത്തോടെ കൊട്ടാരത്തിലേക്ക് മടങ്ങി. താൻ ആഗ്രഹിച്ചതുപോലെ ധാരാളം പ്രജകളെ സൃഷ്ടിക്കാൻ സാധിക്കാത്തതിനാൽ വിഷാദഗ്രസ്തനായ ദക്ഷൻ പിതാവായ ബ്രഹ്മദേവനെ സമീപിച്ച് വിവരങ്ങൾ ധരിപ്പിച്ചു. ബ്രഹ്മദേവൻ ദക്ഷനോട് പറഞ്ഞു: മകനെ ദക്ഷപ്രജാപതി, പത്മജൻ്റെ പരമസുന്ദരിയായ പുത്രിയാണ് അസി. അസിക്ക് നീ സൽസ്വഭാവത്തിൻ്റെ കാര്യത്തിൽ അവൾ ഒരു ദേവതയെപ്പോലെയാണെന്നാണ് കേൾക്കുന്നത്. അവളെ ഭക്തിയായി സ്വീകരിച്ച് പ്രജാസൃഷ്ടി നടത്തുക. അങ്ങനെ ചെയ്താൽ നിനക്ക് ധാരാളം സന്താനങ്ങൾ ഉണ്ടാകുന്നതാണ്. ബ്രഹ്മദേവൻ്റെ കൽപ്പനപ്രകാരം ദക്ഷൻ പഞ്ചജനവീരൻ്റെ പുത്രിയെ വേളി കഴിക്കുകയും അവളിൽ അനേകം പുത്രന്മാരെ ജനിപ്പിക്കുകയും ചെയ്തു. ഹര്യശ്വരന്മാർ എന്ന പേരിലറിയപ്പെട്ട അവർ പിതാവിൻ്റെ നിർദ്ദേശപ്രകാരം പശ്ചിമദിക്കിൽ കഠിനമായ തപസ്സനുഷ്ഠിക്കുന്നതിന് വേണ്ടി പുറപ്പെട്ടു. ഇതിൻ്റെ ബാക്കി ഭാഗം അടുത്ത ദിവസത്തെ വീഡിയോയിൽ കേൾക്കാവുന്നതാണ്. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.